Let it be the last time. If you dare to say that word once more, or I'll pull out your bloody tongue. കുളിച്ചിട്ടല്ല ജയൻ്റെ വീട്ടിൻ്റെ സാധനങ്ങളാണ് ആ കിടക്കുന്നില്ല തടികളെല്ലാം ജയൻ്റെ. മനു അങ്കിള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഒരു 90% ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചേട്ടാ അതൊന്നും എടുത്തോട്ടെ. അയ്യോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജെയ്ജി ആൻഡ് യു വാച്ചിങ് ജെയ്ജി സ്പിയർ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള ആശ്രാമത്താണ്. ആശ്രാമം ഗ്രൗണ്ടിലാണ്. കണ്ടില്ല ഇവിടുത്തെ ഈ മരം കണ്ടില്ലോ, ഒരു വലിയ മരമാണ്. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ആശ്രാമം ഗസ്റ്റ് ഹൗസ്, അതായത് മനു അങ്കിള് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം, സിനിമാടൻ ജയൻ്റെ സ്റ്റാച്യു ലൊക്കേഷനും ഡോക്ടർ രവിപിള്ളയുടെ വീടും സറൗണ്ടിങ്സും ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അതായത് കൊല്ലത്തുള്ള ഒട്ടുമിക്കുള്ള സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സുഹൃത്തായ ശരത്തും ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ ലൊക്കേഷനിലൊന്നും ആരും വരത്തില്ല. രാത്രിയൊക്കെ ഇവിടെ കുറേ ഈ മർഡർ കേസസൊക്കെ നടന്നിട്ടുണ്ട് പണ്ട്, 10-20 വർഷത്തിന് മുമ്പാണ്. ഇപ്പോഴാണ് ഇത് പാർക്കൊക്കെ ആക്കി ഇത്രയും ഡെവലപ്മെൻ്റൊക്കെ വന്നത്. അതിന് മുമ്പ് ഇവിടെ ഒന്നും രാത്രി ആരും നടക്കാനൊന്നും വരത്തില്ലായിരുന്നു. അത്രയും ഒരു ഡേഞ്ചർ സ്പോട്ടായത്. കൊല്ലം ഗസ്റ്റ് ഹൗസ് പഴയ ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിഞ്ഞ് പൂർത്തിയാക്കിയ ഒരു ബിൽഡിംഗ് അത്, ബ്രിട്ടീഷ് റെസിഡൻസി. ഇത് കുറേ സിനിമകളിലുണ്ട്. മെയിൻ സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനു അങ്കിളിൽ, മമ്മൂക്കയുടെ മനു അങ്കിള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഒരു 90% ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ബിൽഡിങ്ങും പിന്നെ ബാക്ക് സൈഡിൽ ഒരു പാർക്കുണ്ട്, അഡ്വഞ്ചർ പാർക്ക്, ആശ്രാമം പാർക്ക്. അവിടെയും കുറേ സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം ക്ലോസ്ഡാണ്. ഇപ്പം കയറ്റി വിടത്തില്ല. കേരളത്തിലെ ആദ്യത്തെ എയറോഡ്രോം എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ കൊല്ലത്തായിരുന്നു ഫസ്റ്റ് സിവിൽ എയറോഡ്രോം വരുന്നത് കേരളത്തിൽ. അതാണ്ട് ഇതാണ് ആ എയറോഡ്രോം. ഇത് ആക്ച്വലി ടോട്ടൽ 71 ഏക്കറാണ് ഈ ഗ്രൗണ്ട്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതായിരുന്നു ആകെ കേരളത്തിലുണ്ടായിരുന്ന ഒരു സിവിൽ എയറോഡ്രോം. ഇവിടെ വന്നാണ് ആൾക്കാർ ഇറങ്ങിയിട്ട് ട്രിവാൻഡ്രം പോകുന്നതോ അല്ലെങ്കിൽ മലബാർ ഏരിയയിലേക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ്. അതിനുശേഷമാണ് ട്രിവാൻഡ്രം എയർപോർട്ട് വരുന്നത്. കാരണം അതിന് മുമ്പായിട്ട് ഇവിടെ ട്രെയിനിങ് സെൻറ്ററും കൂടെ ഉണ്ടായിരുന്നു. ഈ ട്രെയിനിങ് സമയത്ത് ഒരു പ്ലെയിൻ ക്രാഷ് ചെയ്ത് ഒരു പൈലറ്റ് മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇത് ക്ലോസ് ഡൗൺ ചെയ്ത് ട്രിവാൻഡ്രത്തെ എയർപോർട്ടാക്കി ഓപ്പൺ ചെയ്തു. ഇവിടെയാണ് കൊല്ലം പൂരം നടക്കുന്നത്. കൊല്ലം പൂരത്തിൻ്റെ സമയത്തൊന്നും ഇവിടെ നിന്ന് അടുക്കാൻ പോലും പറ്റത്തില്ല, അത്രയും ജനമായിരിക്കും. ഈ ഗ്രൗണ്ട് മൊത്തം ഈ 71 ഏക്കർ കഴിഞ്ഞ് റോഡിലേക്ക് വരെ ആൾക്കാർ നിറഞ്ഞിരിക്കും. മൈതാനത്തിന് ചുറ്റിനും ഇതേപോലെ വാക്കിംഗ് സ്പേസ് കെട്ടിയിട്ടുണ്ട്. ഇതേപോലെ വാക്കിംഗ് സ്പേസ് കെട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് ഓടാനും നടക്കാനൊക്കെ. പിന്നെ കൂടാതെ സ്ട്രീറ്റ് ലൈറ്റ്സും ഉണ്ട് ഇതിന് ചുറ്റിനും.
എടുക്കാൻ പറ്റത്തില്ല, കാരണം വെളിയിൽ സെക്യൂരിറ്റി ഉണ്ട്. അപ്പം പുള്ളി പറഞ്ഞ് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, പെർമിഷൻ വേണമെന്ന്. അപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് വീട്. പിന്നെ ഞാൻ ചോദിച്ചു ഇവിടെ ഏതൊക്കെ വണ്ടിയുണ്ടെന്ന്. അപ്പം പുള്ളിയുടെ മേബാക്ക് ഉണ്ട്, പിന്നെ എസ് ക്ലാസ് ഉണ്ട്, പിന്നെ ഒരു വോഗ്, റേഞ്ച് റോവർ വോഗ് കിടപ്പുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ഒട്ടുമിക്കുള്ള വണ്ടികളും ബേസ്മെൻറ്റ് പാർക്കിങ്ങിലുണ്ടെന്ന്. ഉള്ളിലൊരു ആർട്ടിഫിഷ്യൽ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം, അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. If you dare to say that word once more, I'll pull out your bloody tongue. കസ്തൂരി മാന്നിലി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാന്നിലി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ആകെ മറ്റു 10-16 കൊല്ലോ. 16 കൊല്ലം അല്ലേ? 16 കൊല്ലം. പണ്ടേ ഉണ്ട്. ആ, പണ്ടേ സ്മാരകമില്ല. അതിനൊരു 10-17 താഴെ ക്ലബുണ്ട്. ഇതിന്റെ ക്ലബുണ്ട്. ഓക്കെ. മതിലപ്പുറത്തായിരുന്നല്ലേ വീട്? തൊട്ടടുത്ത് തന്നെ. അതിപ്പോ ഇവര് മേടിച്ചപ്പോഴത്തേക്കും പോയി. ഹോസ്പിറ്റലിൽ മേടിച്ചപ്പോഴത്തേക്ക് അത് പൊളിച്ചു. അപ്പോൾ വീട്ടുകാരെല്ലാം കിടപ്പാക്കടയിലെ കടപ്പാക്കടയിൽ. പക്ഷെ മൂത്ത ആള് എറണാകുളത്താണ് കണ്ണ. ഇത് പേപ്പറിലൊക്കെ വന്നായിരുന്നല്ലോ. അത് വന്ന് ജില്ലാ പഞ്ചായത്തില് ഓഡിറ്റോറിയം ഇതുണ്ട്, സ്റ്റാച്യു ഉണ്ട്. 650 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം. ശരി കേട്ടോ. ഈ പൊളിച്ചിട്ടല്ല ജയന്റെ വീട്ടിന്റെ സാധനങ്ങളാണ് ആ കിടക്കുന്നതല്ല. തടികളെല്ലാം ജയന്റെ. ആ കാണുന്ന തടികളും ജനലുകളും അതെല്ലാം പൊളിച്ച വീടിന്റെ ഇതാ. അതുപോലെ ജയന്റെ കാർ ഇവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. എവിടെ കിടക്കുന്നത്? ARE 134 എന്ന് പറഞ്ഞൊരു കാറുണ്ട്. എവിടെ ഉണ്ട് സംഭവം. ആരുടെ നാൾ വന്നപ്പോഴും പറയുന്നത് കേട്ടോ. ഇതിന് ഗോതമംഗലത്തും അറ്റിങ്ങയ്ക്കപ്പുറത്ത് ചെറിയും കീഴും ടെസ്റ്റുകളുണ്ട് ജയന്റെ മെമ്മോറിയൽ. ആണല്ലേ? അതുകൊണ്ട് അതിനെ തൊട്ടിച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴാണ് തൊട്ടിച്ചിട്ടുണ്ട്, പടവും ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ ആശുപത്രി പണി ചെയ്യുമ്പോൾ ജയന്റെ മാറ്റം ഉണ്ടാവും. അകത്തോട്ട് ചിലപ്പോൾ കയറ്റാൻ സാധ്യതയുണ്ടല്ലേ? ഇതേപോലത്തെ ഒരു സൈക്കിൾ വാങ്ങണം. അതേപോലത്തെ സൈക്കിൾ ഓട്ടാൻ ഭയങ്കര സുഖമാണ്. ഈ ഗിയറുള്ളതിനെക്കാട്ടിയൊക്കെ സുഖമാണ് ആ സൈക്കിൾ. ഇതാണ് ചിന്നക്കട റൗണ്ട് അബൌട്ട്. കൊല്ലത്തിൻ്റെ കറക്റ്റ് സെൻറ്ററായത്. പാലം കയറി ഇറങ്ങുന്നത് നേരെ ട്രിവാൻഡ്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഈ കാണുന്ന ഇപ്പോൾ പണിഞ്ഞ ഈ അണ്ടർ പാസേജൊക്കെ ഇപ്പം ഒരു 2-3 വർഷമേ ഉള്ളൂ ഈ അണ്ടർ പാസേജൊക്കെ വന്നത്. ഈ ഹോട്ടൽ ഓർമ്മയുണ്ടോ? ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പോലീസാനുമായിട്ട് ഇവിടെ വന്ന്. ആ ഹോട്ടലിലെ ഫ്രണ്ടില്ല. അത് കാണാത്തവർക്ക് ഒന്ന് കാണണേ. നമ്മുടെ പോലീസാനുമായിട്ട് വന്നിരുന്ന് എടുത്ത വീഡിയോ അത്. റിച്ചു. സൈക്കിൾ ചോട്ടി വിശന്നിട്ട് വയ്യ, വിശക്കുന്നുണ്ട്. ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിക്കാനേ ഭയങ്കര വിശപ്പ്. കുറേ കിലോമീറ്റർ ചോട്ടിയതാ. കഴിക്കാൻ വേണ്ടി ആനന്ദഭവനിൽ രാവിലെ ഇറങ്ങിയോണ്ട് 5 മണിക്ക് ഇറങ്ങിയതാണ്. വെള്ളം പോലും കുടിച്ചിട്ടില്ല, നല്ല വിശപ്പ്. അതുകൊണ്ട് കഴിക്കാൻ വെച്ചു, ലൈറ്റായിട്ട് കഴിക്കാൻ വെച്ചു. ഇഡ്ഡലി ലൈറ്റായിട്ട് ഒരു പ്ലേറ്റ് ഇഡ്ഡലി ഓർഡർ ചെയ്തു. എന്ത് മസാല ദോശ? ശരത്ത് രാവിലെ മസാല ദോശ വേണം.
ഇന്നലത്തെ നോക്കി ചൂടോടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയിരിക്കുക. ഉണ്ടെങ്കിലും ശരത്തിന് മസാല ദോശ കൊടുക്കും. സൈക്കിൾ ചോട്ടെ ഇറങ്ങിയ നമ്മൾ ആഹാരം കഴിച്ചിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തുക. അപ്പം ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്ജി, ശരത്, ബൈ. രാവിലെ 5 മണിക്ക് ഇറങ്ങിയത്. അയ്യോ, ഓ പോയി, പണി കിട്ടി. ചെയിൻ ഊരിപ്പോയി. ഇല്ല ഈ ഒരു സൈക്കിളിന് ചെയിൻ വരത്തില്ല. അതുകൊണ്ട് അയ്യോ